ഹായ് സ്റ്റുഡൻസ്, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ദ ബോർ ഇഫക്റ്റ് ആണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ് എടുത്ത സമയത്ത് ഞാൻ കോപ്പറേറ്റീവ് ഇഫക്റ്റ് എന്താണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിനകത്ത് കോപ്പറേറ്റീവ് ഇഫക്റ്റ് എന്ന് വെച്ചാൽ പി എച്ച് ഡിപ്പെൻഡൻ്റ് ആണെന്നാണ് നമ്മൾ പഠിച്ചത്. പി എച്ചിന് വേരിയേഷൻ വരുന്ന അനുസരിച്ച് ഉണ്ടാവുന്ന ഇഫക്റ്റിനെയാണ് നമ്മൾ കോപ്പറേറ്റീവ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ അപ്പോൾ ഇപ്പം നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ബോർ എഫക്റ്റ് ആണ്. ബോർ എഫക്റ്റ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ദ അഫിനിറ്റി ഓഫ് HB ഫോർ ഡൈ ഓക്സിജൻ ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ ദ പി എച്ച് ഓഫ് ദ ബ്ലഡ്. അതായത് ബ്ലഡിൻ്റെ പി എച്ച് കുറയുന്നതിനനുസരിച്ച് നമ്മുടെ ഹീമോഗ്ലോബിന് O2 ആയിട്ട് ബൈൻഡ് ചെയ്യാനായിട്ടുള്ളൊരു ടെൻഡൻസി കുറഞ്ഞു വരും. അല്ലെങ്കിൽ ഹീമോഗ്ലോബിനും ഓക്സിജനും തമ്മിലുള്ള ആ ഒരു അഫിനിറ്റി കുറഞ്ഞു വരുന്ന ആ ഒരു ഇഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് ബോർ ഇഫക്റ്റ്. അപ്പോൾ ഇങ്ങനൊരു ബോർ ഇഫക്റ്റ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ എന്ത് പറ്റും? ഓക്സിജൻ ഈസ് റിലീസ്ഡ് മോർ എഫിഷ്യൻ്റ്ലി ഇൻ ടിഷ്യൂസ് വെയർ CO2 കോൺസെൻട്രേഷൻ ഈസ് ഹൈ. അതായത് നമ്മുടെ ടിഷ്യൂസിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടി വരും. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടാനുള്ള കാരണം എന്താ വെച്ചാൽ ടിഷ്യൂസിൽ ഓക്സിജൻ ഒരുപാട് റിലീസ് ചെയ്യുന്നുണ്ട്. കാരണം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രസൻസിൽ നമ്മുടെ ടിഷ്യൂസിനകത്ത് എന്തായിരിക്കും? പി എച്ചിൻ്റെ അളവ് ഭയങ്കര കുറവായിരിക്കും. ആ ഒരു റിയാക്ഷനാണ് CO2 + H2O ഗീവ്സ്. അതായത് ടിഷ്യൂസിൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടെ തമ്മിൽ റിയാക്ട് ചെയ്താൽ H2CO3 കാർബോണിക് ആസിഡ് ഫോം ചെയ്യുന്നു. അത് ഡികമ്പോസ് ചെയ്തിട്ട് H+ഉം HCO3 ആയിട്ട് മീൻസ് അയോൺസ് ആയിട്ട് അത് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നു. ഈ ഒരു റിയാക്ഷൻ നമ്മുടെ ടിഷ്യൂസിൽ നടക്കുന്നതാണ്. അപ്പം ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ടിഷ്യൂസിനകത്ത് പി എച്ചിൻ്റെ അളവ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. പി എച്ചിൻ്റെ അളവ് കുറയാനുള്ള കാരണം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടി വരുന്നതാണ്. ആസ് ദ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻക്രീസസ് മോർ H+ അയോൺസ് ആർ ഫോംഡ് ആൻഡ് പി എച്ച് വിൽ ഡിക്രീസ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ലാർജ് എമൗണ്ട് ഓഫ് H+ അയോൺസ് വരുന്നു. അതനുസരിച്ച് പി എച്ച് കുറയുന്നു. Thus, a lower pH in the blood is suggestive for an increased carbon dioxide concentration, which in turn is suggestive for more active tissues that more requires more oxygen. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും എന്താണ്, ബ്ലഡിനകത്താണെങ്കിൽ പോലും പി എച്ച് കുറവുള്ള ബ്ലഡ് ആയിരിക്കും നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യുക. കാരണം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് അവിടെ കൂടുതലായിരിക്കും. ആ സമയത്ത് നമുക്ക് ഒരുപാട് ഓക്സിജൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറഞ്ഞു വരുന്ന സമയത്ത് ബ്ലഡിൻ്റെ പി എച്ച് കുറവായിരിക്കും. ആ സമയത്ത് കൂടുതൽ ഓക്സിജൻ അവിടെ റിലീസ് ചെയ്യപ്പെടും. ഇതാണ് ഒരു ഗ്രാഫാണ് നമ്മുടെ HBയും അതുപോലെ തന്നെ ഓക്സിജൻ മീൻസ് പ്രഷറുമായിട്ടുള്ളൊരു ഗ്രാഫ്. അതിനകത്ത് ലങ്സിൽ എങ്ങനെയാണ്, ബോഡി ടിഷ്യൂസിൽ എങ്ങനെയാണ് നമ്മുടെ HBൻ്റെ എന്ന് വെച്ചാൽ ഓക്സിജൻ ക്യാരി ചെയ്യുന്ന HBൻ്റെ അളവാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ബോഡി ടിഷ്യൂസിലും എങ്ങനെയാണെന്നും അതുപോലെ തന്നെ ലങ്സിൽ എങ്ങനെയാണെന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. 3 ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഓരോ ഗ്രാഫിനകത്തും ഓരോ പി എച്ച് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ ലോ പി എച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? ഹൈ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. നോർമൽ പി എച്ച് എന്ന് പറയുമ്പോൾ നോർമൽ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. ഇനിയും ഹൈ പി എച്ച് എന്ന് പറയുമ്പം കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് വളരെ കുറവായിരിക്കും. ആ സമയത്ത് ഉണ്ടാകുന്ന ഗ്രാഫാണ് പറഞ്ഞേക്കുന്നത്. ഇനിയും ഫിസിയോളജി ഓഫ് ബൈൻഡിങ് ഓഫ് O2 ബൈ ഹീമോഗ്ലോബിൻ ആൻഡ് മയോഗ്ലോബിൻ. അതായത് ഹീമോഗ്ലോബിനും മയോഗ്ലോബിനും തമ്മിൽ ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു ഇതെങ്ങനെയാണെന്ന് രണ്ട് പേർക്കും, അതായത് ഹീമോഗ്ലോബിൻ ആണെങ്കിലും മയോഗ്ലോബിൻ ആണെങ്കിലും 2 പേർക്കും ഓക്സിജനെ ബൈൻഡ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. പക്ഷേ അതിൻ്റെ രണ്ടിൻ്റെയും ആ ഒരു ബൈൻഡിങ് രീതി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഹീമോഗ്ലോബിൻ എന്ന് വെച്ചാൽ ലങ്സിൽ നിന്നും ഓക്സിജനെ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ബോഡിയുടെ ഡിഫറെൻറ്റ് ടിഷ്യൂസിലേക്ക് എത്തിക്കുവാണ് ഹീമോഗ്ലോബിൻ ചെയ്യുന്നത്. ഇനിയും ഈ അങ്ങനെ ടിഷ്യൂസിൽ എത്തിച്ചേരുന്ന, അങ്ങനെ ഈ ഹീമോഗ്ലോബിൻ കൊണ്ടുവരുന്ന ആ സെല്ലുലാർ ഓക്സിജനെ എന്ത് ചെയ്യുന്നു? നമ്മുടെ മയോഗ്ലോബിൻ ടിഷ്യൂസിൽ വെച്ചിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ മയോഗ്ലോബിനകത്തേക്ക് എന്താണ് ഈ O2നെ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ O2നെ മയോഗ്ലോബിൻ സ്റ്റോർ ചെയ്തിട്ട് പല മെറ്റബോളിക് റിയാക്ഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് റിലീസസ് O2 ടു അതർ അക്സെപ്റ്റേഴ്സ് വെൻ നീഡഡ്. അപ്പോൾ ആവശ്യാനുസരണം ഓക്സിജൻ ആവശ്യം വരുന്ന സമയത്തൊക്കെ ഓക്സിജനെ റിലീസ് ചെയ്യുന്നതാണ് ഈ മയോഗ്ലോബിൻ ചെയ്യുക. ലങ്സിൽ നടക്കുന്ന റിയാക്ഷൻ ഇതാണ്. HB ചെന്നിട്ട് എന്ത് ചെയ്യും? ഓക്സിജനെ അക്സെപ്റ്റ് ചെയ്യും. HB + 4O2 gives HbO2 4. എന്നിട്ട് അതെവിടേക്ക് കൊണ്ടുപോകും? ഈ ഹീമോഗ്ലോബിൻ ആ
ക്യാരി ചെയ്ത ഓക്സിജനെ ടിഷ്യൂസിനകത്തേക്ക് കൊണ്ടുപോകും. അവിടെ നടക്കുന്ന റിയാക്ഷൻ ഇതാണ്. HbO2 4 + 4 Mb gives 4 MbO2 + Hb. അതായത് ടിഷ്യൂസിനകത്തേക്ക് കൊണ്ടു ചെല്ലുന്നിട്ട് അവിടെ ചെന്ന ഈ ഹീമോഗ്ലോബിൻ ആ ഓക്സിജനെ റിലീസ് ചെയ്യും. അങ്ങനെ ഹീമോഗ്ലോബിൻ റിലീസ് ചെയ്യുന്ന ആ ഓക്സിജനെ മയോഗ്ലോബിൻ അക്സെപ്റ്റ് ചെയ്ത് MbO2 ആയിട്ട് ഇരിക്കും. The circumstances under which binding and release of oxygen occurs at different. Hb is not merely a passive carrier of oxygen, but it is an intricate molecular machine. This is clear from the difference between Mb and Hb with respect to their affinity of oxygen. For Mb, we have the following reactions. അപ്പോൾ മയോഗ്ലോബിനിൽ നടക്കുന്ന റിയാക്ഷൻ ആണെങ്കിൽ Mb + O2 gives MbO2 ആയിരിക്കും. അതിൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് പറഞ്ഞിട്ടുണ്ട്. Kmb = MbO2 / concentration of Mb × concentration of oxygen. അങ്ങനെ നമുക്കതിൻ്റെ കോൺസ്റ്റൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം രണ്ട് പേർക്കും, അതായത് ഹീമോഗ്ലോബിൻ ആണെങ്കിലും മയോഗ്ലോബിൻ ആണെങ്കിലും രണ്ട് പേർക്കും ഓക്സിജനെ ബൈൻഡ് ചെയ്യാനായിട്ടുള്ളൊരു അഫിനിറ്റി ഉണ്ട്. പക്ഷേ ബൈൻഡ് ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആയിരിക്കും. ഇത് മയോഗ്ലോബിൻ്റെ ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഫ്രാക്ഷണൽ സാച്ചുറേഷൻ വേഴ്സസ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. PO2 എന്ന് കാണിച്ചിരിക്കുന്നത് പ്രഷർ ഓഫ് ഓക്സിജൻ ആണ്. അതിൻ്റെ യൂണിറ്റ് ടോർ. അപ്പോൾ ഹീമോഗ്ലോബിൻ്റെയും മയോഗ്ലോബിൻ്റെയും അളവാണ് അവിടെ കൊടുത്തേക്കുന്നത്. If the total amount of Mb + MbO2 is kept constant while the partial pressure of O2 is varied, the curve is shown in figure is obtained. അതായത് മയോഗ്ലോബിൻ്റെയും MbO2വിൻ്റെയും ടോട്ടൽ എമൗണ്ടിനെ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ വേരി ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ആ ഒരു ഗ്രാഫാണ് ഇവരിവിടെ കൊടുത്തേക്കുന്നത്. Mb is largely converted to oxy-Mb even at low O2 concentration. അതായത് ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ വളരെ കുറവാണെങ്കിൽ പോലും മയോഗ്ലോബിൻ ഓക്സി-മയോഗ്ലോബിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. The equilibrium expression for the formation of oxy-Hb is more complicated. The expression for the curve in the large physiological importance in the tissue is Khb = HbO2 / concentration of Hb × concentration of O2 raised to 2.8. The 2.8 exponent for O2 results from the fact that single Hb molecule can accept 4 O2 molecule and the binding of 4 is not independent. This results in the sigmoidal or S-shaped curve for oxygenation of Hb. അതായത് നമ്മൾ ഈ Hbൻ്റെ K വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ്റെ റേസ് ടു 2.8 നമ്മളൊരു എക്സ്പൊണൻഷ്യൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ ഒരു Hb മോളിക്യൂളിൽ 4 ഓക്സിജനെ അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട് പറ്റും. പക്ഷേ ഇത് നാലും എന്തായിരിക്കും? നാലും ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ 4 ഓക്സിജനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അത് 4ഉം ഡിപ്പെൻഡൻ്റ് ആയിട്ട് തന്നെയായിരിക്കും അക്സെപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 2.8 കോൺസെൻട്രേഷൻ നമുക്കിങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഒരു S ഷേപ്ഡുള്ളൊരു കർവും കൂടെയാണ് ഹീമോഗ്ലോബിൻ്റെ കേസിൽ കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 2.8 എക്സ്പൊണൻഷ്യലായിട്ട് കൊടുത്തിരിക്കുന്നത്. This effect favors O2 transport since it helps hemoglobin become saturated in lungs and deoxygenated in the tissues. അപ്പോൾ ഈ ഒരു ബോർ ഇഫക്റ്റ് കാരണമാണ് ലങ്സിൽ വെച്ച് ഹീമോഗ്ലോബിനും ഓക്സിജനും തമ്മിൽ ബൈൻഡ് ചെയ്യാൻ പറ്റുന്നതും ടിഷ്യൂസിൽ ചെന്ന് കഴിയുമ്പോൾ ആ HBക്ക് ഓക്സിജനെ തിരിച്ച് റിലീസ് ചെയ്യാൻ സാധിക്കുന്നതും ഈ ബോർ ഇഫക്റ്റ് കാരണമാണ്. അപ്പം ബോർ ഇഫക്റ്റ് ചോദിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് എഴുതി വെക്കണം. ഈ 2 ഫിഗറും ഇമ്പോർട്ടൻ്റ് ആണ്. 2 ഫിഗറും വരച്ച് വെക്കുക. ഇത്രയും റിയാക്ഷൻസും എഴുതി വെക്കണം. ഇനി അടുത്താണ് വിറ്റമിൻ B12. വിറ്റമിൻ B12 ഓൾസോ കോൾഡ് കൊബാലമിൻ എന്ന് പറയുന്ന പേരിലും കൂടെ അറിയപ്പെടുന്ന ഒരു വിറ്റമിനാണ് വിറ്റമിൻ B12. അതൊരു വാട്ടർ സോലുബിൾ വിറ്റമിനാണ്. നമ്മുടെ ബ്രെയിനിനും അതുപോലെ തന്നെ നെർവസ് സിസ്റ്റത്തിനും അതുപോലെ ബ്ലഡ് ഉണ്ടാവാനായിട്ടൊക്കെ ആവശ്യമായിട്ട് വരുന്ന ഒരു വിറ്റമിൻ കൂടിയാണ് വിറ്റമിൻ B12. ഇറ്റ് ഈസ് വൺ ഓഫ് ദ 8 ബീറ്റ് വിറ്റമിൻസ്. അതായത് വിറ്റമിൻ ബി തന്നെ 8 ടൈപ്പിലുണ്ട്. അതിൽ ഒരു ടൈപ്പാണ് വിറ്റമിൻ B12 എന്ന് പറയുന്നത്. ദിസ് വിറ്റമിൻ ഈസ് ദ ഫസ്റ്റ് നാച്ചുറൽ പ്രൊഡക്റ്റ് ഫൗണ്ട് ടു കണ്ടെയ്ൻ മെറ്റൽ കോബാൾട്ട്. ഇറ്റ് ഈസ് ആൻ ആൻറ്റി പെർനിക്കസ് അനീമിയ ഫാക്ടർ ആൻഡ് ഹാസ് ബീൻ ഐസൊലേറ്റഡ് ഫ്രം ദ ലിവർ എക്സ്ട്രാക്റ്റ്. അപ്പം ആദ്യമായിട്ട് മെറ്റൽ കൊബാൾട്ട് അടങ്ങിയിട്ടുള്ള ഒരു വിറ്റമിൻ കണ്ടുപിടിച്ച ആദ്യത്തെ വിറ്റമിനും കൂടെയാണ് വിറ്റമിൻ B12. അനീമിയ ഫാക്ടർ, അതായത് അനീമിയയ്ക്കൊക്കെ എതിരെ നമുക്ക് ഏറ്റവും അധികം ആവശ്യമായിട്ട് വരുന്ന ഒരു വിറ്റമിൻ കൂടെയാണിത്. പിന്നെ ഇത് ലിവറിനകത്ത് നിന്നാണ് ഈ വിറ്റമിൻ കണ്ടുപിടിച്ചത്. വിറ്റമിൻ B12 ഈസ് reduced with 1 electron or with 2 electrons
to form cobalt 2 and cobalt 1 complexes respectively. അതായത് വിറ്റമിൻ B12 നിന്നും ഒരു ഇലക്ട്രോണിനെ റെഡ്യൂസ് ചെയ്യുവാണെങ്കിൽ കൊബാൾട്ട് 2 കോംപ്ലക്സും 2 ഇലക്ട്രോണിനെ റെഡ്യൂസ് ചെയ്യുവാണെങ്കിൽ കൊബാൾട്ട് 1 കോംപ്ലക്സും ഫോം ചെയ്യുവാനായിട്ട് സാധിക്കും. പിന്നെ വിറ്റമിൻ B12 ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ഫോളോവിങ് 3 ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻസ്. താഴെ പറഞ്ഞിരിക്കുന്ന 3 റിയാക്ഷൻസിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിറ്റമിൻ B12 ഒരു റോൾ ഉണ്ടാക്കുന്നുണ്ട്. അല്ല ഫസ്റ്റ് ഇതാണ് വിറ്റമിൻ B12 is a methyl cobalamin form is important in the metabolism of certain bacteria which produce methane. അതായത് മീഥേൻ ഗ്യാസ് ഫോം ചെയ്യാൻ കാരണമാകുന്ന ചില ബാക്ടീരിയാസ് ഉണ്ട്. അപ്പോൾ ആ റിയാക്ഷനിൽ ഈ ഒരു വിറ്റമിൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് വിത്ത് ATP വിറ്റമിൻ B12 യെസ് effect the formation of direct cis carbon cobalt bond between adenosine and the metal forming B12 coenzyme. This is a reaction for extreme biological importance. അതായത് ബയോളജിക്കലി വളരെയധികം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ്. നമ്മുടെ കാർബൺ കൊബാൾട്ട് ബോണ്ട് ഫോം ചെയ്യും. അതായത് ATP എനർജി മോളിക്യൂളായിട്ടുള്ള ATP ഫോം ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാർബണും കൊബാൾട്ടും തമ്മിലൊരു ബോണ്ട് ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിറ്റമിൻ B12 ഒരു റോൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മുടെ വിറ്റമിൻ B12 2 ഇലക്ട്രോണിനെയാണ് റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫോമിലായിരിക്കും കാർബണും കൊബാൾട്ടും തമ്മിലുള്ള ബോണ്ട് ഫോർമേഷൻ നടക്കുന്നത്. ഇനി മൂന്നാമത്തെ റിയാക്ഷൻ റിഡക്ഷൻ ഓഫ് CHOH ഗ്രൂപ്പ്സ് ടു CH2 ഗ്രൂപ്പ്സ് ഈസ് കോസ്ഡ് ബൈ വിറ്റമിൻ B12 coenzyme. ദിസ് റിയാക്ഷൻ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ എ നമ്പർ ഓഫ് ബയോളജിക്കൽ ഫങ്ഷൻസ്. ഫോർ എക്സാമ്പിൾ ദ റിഡക്ഷൻ ഓഫ് RNA ടു DNA ഇൻവോൾവ്സ് ദിസ് എസെൻഷ്യൽ സ്റ്റെപ്പ്. മൂന്നാമത്തേത് നമ്മുടെ CHOH ഗ്രൂപ്പ്, അതായത് ആൽക്കഹോൾ ഗ്രൂപ്പ് CH2 ഗ്രൂപ്പായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പല ബയോളജിക്കൽ റിയാക്ഷൻസിലും നമ്മൾ ഈ വിറ്റമിൻ B12 കോഎൻസൈമായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ CHOH ഗ്രൂപ്പ് CH2 ഗ്രൂപ്പായിട്ട് ഡയറക്റ്റ്ലി കൺവേർട്ട് ചെയ്യും. അതും ബയോളജിക്കൽ ഫങ്ഷൻസിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് തന്നെയാണ്. പിന്നെ RNA, അതിന് എക്സാമ്പിൾ പറഞ്ഞാൽ RNA DNA ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നിടത്തും ഈ ഒരു സ്റ്റെപ്പ് എസെൻഷ്യലാണ്. അപ്പോൾ അവിടെയും നമുക്ക് കോഎൻസൈമായിട്ട് വിറ്റമിൻ B12 ഉപയോഗിക്കാം. ഇനിയും വിറ്റമിൻ B12 കോഎൻസൈംസ്. വിറ്റമിൻ B12 കോഎൻസൈംസ് എന്ന് വെച്ചാൽ എന്താണെന്ന്. Many enzymes require the presence of non-protein compounds in order to perform their catalytic actions. These compounds are collectively known as cofactors or activators and fall into 3 categories. അതായത് ഒരുപാട് ചില എൻസൈംസൊക്കെ അതിൻ്റെ ആ ഒരു എൻസൈമാറ്റിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ അതിൻ്റെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി എക്സിബിറ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു നോൺ പ്രോട്ടീൻ കോമ്പൗണ്ട്സിൻ്റെ പ്രസൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ള ആ ഒരു ഇതിനെ വിളിക്കുന്ന അങ്ങനെയുള്ള കോമ്പൗണ്ട്സ്, ആ നോൺ പ്രോട്ടീൻ കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണ് കോഫാക്ടർ അല്ലെങ്കിൽ ആക്ടിവേറ്റേഴ്സ്. അത് തന്നെ നമ്മൾ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. കോഎൻസൈംസ്, പ്രോസ്തറ്റിക് ഗ്രൂപ്പ്സ്, മെറ്റാലോ എൻസൈംസ്. അപ്പം ചില എൻസൈംസിന് അതിൻ്റെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി, ബയോളജിക്കൽ കാറ്റലിസ്റ്റ് എന്നാണല്ലോ നമ്മൾ എൻസൈംസിനെ വിളിക്കുക. അപ്പോൾ അതിൻ്റെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി കാണിക്കണമെങ്കിൽ അതിന് എന്താണ് ഒരു നോൺ പ്രോട്ടീൻ കോമ്പൗണ്ട്സിൻ്റെ പ്രസൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ള ആ നോൺ പ്രോട്ടീൻ കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണ് കോഫാക്ടേഴ്സ് അല്ലെങ്കിൽ ആക്ടിവേറ്റേഴ്സ്. അത് തന്നെ നമ്മൾ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. കോഎൻസൈംസ്, പ്രോസ്തറ്റിക് ഗ്രൂപ്പ്സ്, മെറ്റാലോ എൻസൈംസ്. The 2 well-known coenzymes of vitamin B12 are the following. നമ്മുടെ വിറ്റമിൻ B12ൻ്റെ 2 പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരുപാട് അറിയപ്പെടുന്ന 2 കോഎൻസൈംസ് ആണ് 5-deoxy adenosyl cobalamin. Here cyanide is replaced by 5-deoxy adenosine forming an unusual carbon cobalt bond. അതായത് ഒരു കോഎൻസൈമാണ് 5-deoxy adenosine cobalamin എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മുടെ സയനൈഡ് ഗ്രൂപ്പിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് നമ്മുടെ 5-deoxy adenosine വരുന്നത്. അവിടെയും കാർബൺ കൊബാൾട്ട് ബോണ്ട് ഫോർമേഷൻ തന്നെയാണ് നടക്കുന്നത്. രണ്ടാമത്തെ ഒരു കോഎൻസൈമാണ് മീഥൈൽ കൊബാലമിൻ എന്ന് പറയുന്നത്, വിച്ച് ഇസ് സയനൈഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ മീഥൈൽ ഗ്രൂപ്പ്. അവിടെ സയനൈഡ് ഗ്രൂപ്പിനെ മീഥൈൽ ഗ്രൂപ്പായിരിക്കും റീപ്ലേസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതാണ് വിറ്റമിൻ B12 2 പ്രധാനപ്പെട്ട കോഎൻസൈംസ് എന്ന് പറയുന്നത്. 5-deoxy adenosine cobalaminനും മീഥൈൽ കൊബാലമിൻ. ഇനി അടുത്തത് ഇലക്ട്രോൺ കാരിയേഴ്സ് സൈറ്റോക്രോംസ്.
ഇലക്ട്രോൺസിനെ ക്യാരി ചെയ്യുന്ന സൈറ്റോക്രോമുകളെ പറ്റിയാണ് പഠിക്കാനുള്ളത്. സൈറ്റോക്രോംസ് ആർ ദ മെംബ്രെയിൻ ബൗണ്ട് ഹീം പ്രോട്ടീൻസ് കണ്ടെയ്നിങ് ഹീം ഗ്രൂപ്പ്സ് ആൻഡ് ആർ primarily responsible for the generation of ATP via electron transport in animals and plants. സൈറ്റോക്രോംസ് ആർ ഇലക്ട്രോൺ ക്യാരിയേഴ്സ്. അതായത് നമ്മുടെ എനർജി മോളിക്യൂളായിട്ടുള്ള ATP ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോൺസിനെ ക്യാരി ചെയ്യുന്ന ആ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈറ്റോക്രോംസ്. അപ്പോൾ ഈ സൈറ്റോക്രോംസ് ഇല്ലാണ്ട് ATP ജനറേഷൻ പോസിബിൾ അല്ല. ദേ ആർ ഫൗണ്ട് ഇൻ mesomeric protein, example cytochrome C, or a subunits of bigger enzymatic complexes that catalyze redox reactions, example cytochrome A, cytochrome B, etc. അപ്പം നമുക്ക് ഈ സൈറ്റോക്രോംസിനെ ഒന്നെങ്കിൽ മോണോമെറിക് പ്രോട്ടീൻസിൽ കാണാൻ പറ്റും, അതിനൊരു എക്സാമ്പിളാണ് സൈറ്റോക്രോം സി. അല്ലെങ്കിൽ ഈ റിഡോക്സ് കാറ്റലിറ്റിക് ആയിട്ടുള്ള റിഡോക്സ് റിയാക്ഷൻസിലൊക്കെ വലിയ വലിയ കോംപ്ലക്സുകളിലും കാണാനായിട്ട് പറ്റും. ആ സൈറ്റോക്രോം എ, സൈറ്റോക്രോം ബി ഒക്കെ അതിന് എക്സാമ്പിളാണ്. ഇനിയും എന്താണ് ഈ സൈറ്റോക്രോമിനകത്ത് ഉള്ളതെന്നുള്ളത്, ദേ കണ്ടെയ്ൻ എ ഹീം ഗ്രൂപ്പ് ആൻഡ് ആർ സിമിലർ ഇൻ സ്ട്രക്ചർ ടു ഹീമോഗ്ലോബിൻ ആൻഡ് ക്ലോറോഫിൽ. അപ്പം ഈ സൈറ്റോക്രോമിനകത്തും ഒരു ഹീം ഗ്രൂപ്പ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് അത് ഹീമോഗ്ലോബിനെ പോലെയോ ക്ലോറോഫിലിനോടും ഒക്കെ സ്ട്രക്ചറലി കുറച്ച് സിമിലാരിറ്റി ഉള്ളതുമായിരിക്കും സൈറ്റോക്രോംസ് എന്ന് പറയുന്നത്. ദ മോസ്റ്റ് അബണ്ടൻറ്റ് ആൻഡ് സ്റ്റേബിൾ ടൈപ്പ് ഈ സൈറ്റോക്രോം സി. ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ടൈപ്പും അതുപോലെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നതും സൈറ്റോക്രോം സി ആണ്. ദ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ഓഫ് ഓൾ സൈറ്റോക്രോംസ് കംപ്രൈസസ് 4 ഹീം ഗ്രൂപ്പ്സ്. അതായത് എല്ലാ സൈറ്റോക്രോമുകളിലെയും മെയിൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 4 ഹീം ഗ്രൂപ്പുകളായിരിക്കും കാണാൻ പറ്റുക. ആസ് ഇൻ HB, Fe atom is bounded to 4 nitrogen atom in each porphyrin ring and 5th site occupied by the nitrogen atom from the associated protein. Thus, unlike the iron in HB and MB, there is no position for further coordination. The heme group is in cytochrome has the polypeptide chain attached and wrapped around it. This chain contains a variable number of amino acids ranging from 103 in some fishes and 104 in some other fishes and terrestrial vertebrates to 112 in some green plants. അതായത് ഹീമോഗ്ലോബിനെ പോലെ തന്നെ ഇവിടെയും ഈ സൈറ്റോക്രോമിനകത്തും നമ്മുടെ അയൺ, അതായത് ഹീം ഗ്രൂപ്പിനകത്തുള്ള അയൺ 4 നൈട്രജനുമായിട്ടാണ് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പോർഫൈറിൻ റിങ്ങിനകത്ത് നൈട്രജനുമായിട്ടാണ് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. പിന്നെ 5th സൈറ്റ് ഓക്കുപ്പൈ ചെയ്തിരിക്കുന്നത് ഏതാണോ അതിനെ അറ്റാച്ച് ചെയ്ത് വരുന്ന പ്രോട്ടീൻ, അതിൻ്റെ നൈട്രജൻ ഗ്രൂപ്പിനോട് തന്നെയാണ് 5th അറ്റാച്ച് ചെയ്ത് വരുന്നത്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ 6th പൊസിഷൻ നമ്മുടെ മയോഗ്ലോബിനകത്തും ഹീമോഗ്ലോബിനകത്തും ഒരു കോർഡിനേഷൻ സൈറ്റും കൂടെ ഉണ്ട്, അതായത് 6th സൈറ്റും കൂടെ ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു 6th സൈറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റില്ല. പിന്നെ ഈ സൈറ്റോക്രോം സിയുടെ ഹീം ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ അതിനോട് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അത് ചുറ്റിയാണ് അതിൻ്റെ ഹീം ഗ്രൂപ്പ് ഇരിക്കുക. മീൻസ് ഒരു ഔട്ടർ കവർ മാതിരി ഒരു പോളിപെപ്റ്റൈഡ് ഗ്രൂപ്പും കൂടെ അതിനെ റാപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഈ അമിനോ ആസിഡ്സ്, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ഈ പോളിപെപ്റ്റൈഡ് ചെയിന് പല രീതിയിൽ വേരി ചെയ്യാം. എല്ലാ ആനിമൽസിൻ്റെ സൈറ്റോക്രോമുകളിലും ഒരേപോലത്തെ പോളിപെപ്റ്റൈഡ് ചെയിൻ ആയിരിക്കില്ല കാണാൻ പറ്റുക. ചില ഫിഷിലൊക്കെ ആണെങ്കിൽ 103 ആ ഒരു റേഞ്ചിലുള്ള ഒരു അമിനോ ആസിഡ്സ് ആയിരിക്കും കാണാൻ പറ്റുക. അതൊക്കെ ഒരു നമ്പറാണ്. ചിലതിനകത്ത് 104 ആയിരിക്കും, ചില ഗ്രീൻ പ്ലാന്റ്സിനകത്താണെങ്കിൽ 112. അപ്പോൾ പല രീതിയിൽ ആ അമിനോ ആസിഡ്സ് വേരി ചെയ്തിട്ടുണ്ടാവും. A nitrogen atom from a histidine segment and a sulfur atom from methionine segment of this chain are coordinated to the 5th and 6th site coordination sites of the iron atom. അതായത് ഇതിൻ്റെ 5th നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഏതെങ്കിലും എന്താ പറയുന്നത് നൈട്രജനുമായിട്ടായിരിക്കും. 6th സൈറ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന നമ്മളെ ഈ റാപ്പ് ചെയ്തിരിക്കുന്ന പോളിപെപ്റ്റൈഡ് ചെയിനിൻ്റെ സൾഫറിനോടായിരിക്കും. അതുകൊണ്ടാണ് വേറൊരു ഗ്രൂപ്പും ആ സൈറ്റ് വന്ന് ഒക്കുപ്പൈ ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ സൈറ്റോക്രോംസ് ആർ ഇൻവോൾവ് ഇൻ ദ റിലീസ് ഓഫ് എനർജി ബൈ ഓക്സിഡൈസിങ് ഗ്ലൂക്കോസ് വിത്ത് മോളിക്കുലർ ഓക്സിജൻ ഇൻ ദ മൈറ്റോകോൺട്രിയ ഇൻസൈഡ് ലിവിങ് സെൽസ്. അതായത് നമ്മുടെ ഗ്ലൂക്കോസ് ഓക്സിഡൈസ് ചെയ്തിട്ടാണ് എനർജി പ്രൊഡക്ഷൻ നടക്കുന്നത്. അതിനെ അസോസിയേറ്റ് ചെയ്തിട്ടാണ് സൈറ്റോക്രോംസ് ഇരിക്കുക. ദ സൈറ്റോക്രോംസ് ആർ റിവേഴ്സിബിളി ഓക്സിഡൈസ് ആൻഡ് ദെൻ ആക്ട് ആസ് ആൻ ഇലക്ട്രോൺ ക്യാരിയർ. അപ്പം റിവേഴ്സിബിൾ ആയിട്ടാണ് സൈറ്റോക്രോംസ് ഓക്സിഡൈസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇലക്ട്രോൺ ക്യാരിയേഴ്സ് ആയിട്ടും സൈറ്റോക്രോം
ആക്ട് ചെയ്യുക. ദ അയൺ ആറ്റം ഓഫ് ദ പ്രോസ്തറ്റിക് ഗ്രൂപ്പ് ഓഫ് ദ സൈറ്റോക്രോംസ് ഈസ് ഇൻ ലോ സ്പിൻ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ് ചേഞ്ചസ് റിവേഴ്സിബിളി ബിറ്റ്വീൻ +3 ആൻഡ് +2 സ്റ്റേറ്റ്സ്. നമ്മുടെ സൈറ്റോക്രോമിനകത്തുള്ള ഹീം ഗ്രൂപ്പിൽ അടങ്ങിയിട്ടുള്ള അയൺ എന്ന് പറയുന്നത് ലോ സ്പിൻ സ്റ്റേറ്റിലായിരിക്കും ഒക്കുപ്പൈ ചെയ്യുന്നത്. അപ്പോൾ ലോ സ്പിൻ സ്റ്റേറ്റിൽ ഒക്കുപ്പൈ ചെയ്യുന്നതുകൊണ്ട് അതിന് +3ഉം +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യുവാനായിട്ട് പറ്റുന്നുണ്ട്. ദിസ് ഓക്സിഡേഷൻ റിഡക്ഷൻ ചേഞ്ച് ഈസ് എസെൻഷ്യൽ ഫോർ ദ ട്രാൻസ്പോർട്ട് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, സൈമിൾട്ടേനിയസ്ലി ഓക്സിഡേഷനും റിഡക്ഷനും നടത്താൻ പറ്റുന്നത് കൊണ്ടാണ് ഇതൊരു ഓക്സിജൻ ക്യാരിയർ ആയിട്ട് ഇതിന് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിന് സൈമിൾട്ടേനിയസ്ലി ഓക്സിഡേഷനും റിഡക്ഷനും നടത്താൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ അത് ലോ സ്പിൻ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ ഇലക്ട്രോൺസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുവാനായിട്ട് സൈറ്റോക്രോംസിന് സാധിക്കുന്നത്. സൈറ്റോക്രോംസ് ആർ ക്ലാസിഫൈഡ് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ആയി സൈറ്റോക്രോം എ, സൈറ്റോക്രോം ബി ആൻഡ് സൈറ്റോക്രോം സി. അതായത് ഇതിനെ മൂന്നായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: സൈറ്റോക്രോം എ, സൈറ്റോക്രോം ബി ആൻഡ് സൈറ്റോക്രോം C. The hemes in different cytochromes differ in the substituents in the porphyrin ring. This affects both their redox potential and also permits different methods for binding to the proteins in different cytochromes. അതായത് ഓരോന്നിനകത്തും പോർഫയറിൻ റിങ്ങിൽ വരുന്ന സബ്സ്റ്റുവൻസിലാണ് വേരിയേഷൻ വരിക. അപ്പോൾ അങ്ങനെ വേരിയേഷൻ വരുന്നതിനനുസരിച്ച് ഓരോന്നിൻ്റെ റിഡോക്സ് പൊട്ടൻഷ്യലും അതുപോലെ തന്നെ പ്രോട്ടീൻ ബൈൻഡ് ചെയ്യുന്നതിനുള്ള ആ ഒരു എബിലിറ്റിയിലും ഒക്കെ വ്യത്യാസം വരുന്നുണ്ട്. ഇൻ അനദർ ക്ലാസിഫിക്കേഷൻ സൈറ്റോക്രോംസ് ആർ ഡിവൈഡഡ് ഓൺ ദി ബേസ് ഓഫ് ദ റെസ്പെക്റ്റ് അബ്സോർപ്ഷൻ പീക്ക്. അതായത് ഇങ്ങനെ സൈറ്റോക്രോം എ, ബി, സി എന്നല്ലാണ്ട് മറ്റൊരു രീതിയിൽ കൂടെ നമുക്ക് സൈറ്റോക്രോംസിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അത് അതിൻ്റെ അബ്സോർപ്ഷൻ പീക്സിൻ്റെ ബേസിലായിരിക്കും ക്ലാസിഫിക്കേഷൻ നടക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് സൈറ്റോക്രോം P450, സൈറ്റോക്രോം P448 ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. അപ്പോൾ ഇനിയും സൈറ്റോക്രോം P450 എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. എ കംപ്ലീറ്റ്ലി ഡിസ്റ്റിങ്ക്ട് ഫാമിലി ഓഫ് സൈറ്റോക്രോംസ് ഈസ് നോൺ ആസ് സൈറ്റോക്രോം P40 ഓക്സിഡേസ്. അതായത് സൈറ്റോക്രോംസിൽ തന്നെ വളരെ ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കംപ്ലീറ്റ് ഫാമിലിയാണ് നമ്മുടെ സൈറ്റോക്രോം P40 ഓക്സിഡേസ് എന്ന് പറയുന്നത്. മൊത്തത്തിൽ പറയുമ്പോൾ നമുക്ക് അങ്ങനെ പറയാം. സോ നെയിംഡ് ആഫ്റ്റർ for the characteristic peak formed by the absorbance of light at wavelengths near 450 nanometer when the heme ion is reduced and complexed to carbon monoxide. അപ്പം എന്തുകൊണ്ടാണ് ഇതിനൊരു P450 എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു അതിൻ്റെ അബ്സോർപ്ഷൻ പീക്കിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷൻ ആണെന്ന്. അപ്പം ഏകദേശം 450 നാനോമീറ്റർ വേവ് ലെങ്തിലാണ് ഈ പറയുന്ന സൈറ്റോക്രോംസ് അബ്സോർപ്ഷൻ നടത്തുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഹീം അയൺ, അതായത് ഹീം ഗ്രൂപ്പിൽ അടങ്ങിയിരിക്കുന്ന അയൺ കംപ്ലീറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ട് കാർബൺ മോണോക്സൈഡുമായിട്ടൊരു കോംപ്ലക്സ് ഫോർമേഷൻ അവിടെ നടത്തും. ദീസ് എൻസൈംസ് ആർ പ്രൈമർലി ഇൻവോൾവ് ഇൻ ദ സ്റ്റീറോയിഡോജെനിസിസ് ആൻഡ് ഡീടോക്സിഫിക്കേഷൻ. അപ്പം ഈ ഒരു എൻസൈം അല്ലെങ്കിൽ ഈ ഒരു സൈറ്റോക്രോം നമ്മുടെ ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സിലും സ്റ്റീറോയിഡോജെനിസിസ് പ്രോസസ്സിലും ഒക്കെ ഇൻവോൾവ് ആയിട്ടുണ്ട്. ദിസ് എൻസൈം ഫെസിലിറ്റേറ്റ് ദ അഡീഷൻ ഓഫ് ഓക്സിജൻ ടു ഹൈഡ്രോകാർബൺസ് ടു ഫോം എ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഓൺ ഇറ്റ്. അപ്പം ഈ എൻസൈമാണ് നമ്മുടെ ഹൈഡ്രോകാർബൺസിനോട് ഓക്സിജൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ട് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്സ് ഒക്കെ ഫോം ചെയ്യുവാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. സച്ച് എ ഡീടോക്സിഫിക്കേഷൻ റിയാക്ഷൻ ക്യാൻ ബി ഷോൺ ആസ്. അതായത് എങ്ങനെ ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സ് നടത്തും എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ടോക്സിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സിനകത്തേക്ക് ഓക്സിജനെ ആഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ സൈറ്റോക്രോം P450 എന്ന് പറയുന്ന എൻസൈമാണ്. അതിൻ്റെ റിയാക്ഷൻ ഇതാണ്: RH + O2 + NADPH gives ROH + H2O + NADPH, aliphatic hydrocarbon to be detoxified, where NADPH is reduced to NAD++ RH is detoxified. അപ്പോൾ RH എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ഹൈഡ്രോകാർബൺസ്, അതായത് ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽ. അപ്പോൾ അതിനുള്ളിലേക്ക് നമ്മൾ ഓക്സിജനെ ആഡ് ചെയ്തിട്ട് RH എന്നുള്ളത് ROH ഗ്രൂപ്പായിട്ട് ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പായിട്ട് കൺവേർട്ട് ചെയ്ത് ഡീടോക്സിഫൈ ചെയ്യുന്നുണ്ട്. A distinct species of cytochrome, namely cytochrome P448 absorption peak at 448 nanometer is well studied. It is specific for the detoxification of polycyclic aromatic hydrocarbons. ഇനി അടുത്തതായിട്ടുള്ള സൈറ്റോക്രോം P448 എന്ന് പറയുന്നത് അതിൻ്റെ അബ്സോർപ്ഷൻ നടക്കുന്നത് 448 നാനോമീറ്ററിലാണ്. അതിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി തന്നെ നടത്തിയിട്ടുണ്ട്. അത് എന്തിനാണ് ഡീടോക്സിഫൈ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോകാർബൺസിനെ ആയിരിക്കും.
ദ അരോമാറ്റിക് പോളിസൈക്ലിക് ഹൈഡ്രോകാർബൺസ് ആർ കൺവേർട്ടഡ് ടു കോമ്പൗണ്ട്സ് ഹാവിംഗ് OH ഗ്രൂപ്പ്സ്. അതായത് ഹൈഡ്രോകാർബൺസ്, ഈ പോളിസൈക്ലിക് ഹൈഡ്രോകാർബൺസിന് എന്താണ്, അത് ഡയറക്റ്റ്ലി എന്തായിട്ട് മാറും, OH ഗ്രൂപ്പിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ OH ഗ്രൂപ്പിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സ് അവിടെ നടത്തുന്നത്. Therefore, cytochrome P448 is also known as aromatic hydrocarbon hydroxylase. അതുകൊണ്ട് തന്നെ സൈറ്റോക്രോം P448 എന്ന് പറയുന്ന ഈ എൻസൈമിനെ നമ്മൾ അരോമാറ്റിക് ഹൈഡ്രോകാർബൺ ഹൈഡ്രോക്സിലേസ് എന്ന പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് സൈറ്റോക്രോം P450 448 എന്നും പറയുന്നത്. രണ്ടിൻ്റെയും പ്രോസസ്സ് എന്ന് പറയുന്നത് ഡീടോക്സിഫിക്കേഷനാണ്. ഹൈഡ്രോകാർബൺസിനെ എന്താണ് ആൽക്കഹോൾ OH ഗ്രൂപ്പായിട്ട് കൺവേർട്ട് ചെയ്യുന്ന വഴിയാണ് ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഒന്ന് ആലിഫാറ്റിക് ലോങ് ചെയിൻസിൽ നടത്തുന്നു, അടുത്തത് അരോമാറ്റിക് പോളിസൈക്ലിക് റിങ്സിലായിരിക്കും നടക്കുക. പക്ഷേ രണ്ടിലും കൺവേർഷൻ ഒരേപോലെ ആയിട്ടായിരിക്കും വരിക. ഇനി അടുത്ത ടോപ്പിക്കാണ് ക്ലോറോഫിൽ എന്ന് പറയുന്നത്. നമുക്കറിയാം പ്ലാന്റ് സെൽസിനകത്തൊക്കെ നമ്മുടെ ലൈറ്റിനെ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്ന ഓർഗനലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലോറോപ്ലാസ്റ്റ്. എല്ലാ ഗ്രീൻ പ്ലാന്റ്സിലും ഈ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാവും. ദ മേജർ ലൈറ്റ് അബ്സോർബിംഗ് ആൻഡ് ദെർഫോർ കളർ കൺഫറിംഗ് മോളിക്യൂൾസ് ഇൻ ദ ക്ലോറോപ്ലാസ്റ്റ് ഗ്ലൈക്കോഡ് മെംബ്രെയിൻസ് ആർ കോൾഡ് ക്ലോറോഫിൽസ്. അപ്പം ഇതിനകത്തെല്ലാം ഈ ക്ലോറോപ്ലാസ്റ്റിനകത്ത് കാണപ്പെടുന്ന അല്ലെങ്കിൽ കളറ് പ്രൊവൈഡ് ചെയ്യാൻ കഴിവുള്ള പാർട്ടിനെ അല്ലെങ്കിൽ ആ ഒരു മെംബ്രെയിനെ വിളിക്കുന്ന പേരാണ് ക്ലോറോഫിൽസ്. ക്ലോറോഫിൽ ഇസ് ദ മേജർ ലൈറ്റ് അബ്സോർബിംഗ് പിഗ്മെൻറ്റ് ഇൻ മോസ്റ്റ് ഗ്രീൻ സെൽസ്. എല്ലാ ഗ്രീൻ സെൽസിനകത്തും ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്ന ഒരു പിഗ്മെൻറ്റിനായിട്ടാണ് നമ്മൾ ക്ലോറോഫിലിനെ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഓരോ ഗ്രീൻ ഇതിനകത്തും ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്ന ആ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിനുള്ളിൽ കാണപ്പെടുന്ന ആ പർട്ടിക്കുലർ പാർട്ടാണ് നമ്മുടെ ക്ലോറോഫിൽ എന്ന് പറയുന്നത്. ക്ലോറോഫിലിൻ്റെ ഫിഗറാണ് ഇപ്പം നിങ്ങൾക്ക് കൊടുത്തേക്കുന്നത്. അത്ര കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഫിഗർ തന്നെയാണ് ക്ലോറോഫിലിന് ഉള്ളത്. ക്ലോറോഫിൽ റിംഗ് സിസ്റ്റം ഈസ് ബേസിക്കലി മഗ്നീഷ്യം derivative of porphyrins and some slight structural changes in porphyrin moiety results in different classes of chlorophylls, with chlorophyll A, B, C and bacteriochlorophyll etc. with slightly different photocatalytic properties. All of the chlorophylls absorbs light very intensely and particularly at relative long wavelength region. The light energy absorbed by the chlorophyll molecule become delocalized and spread throughout the entire electronic structure of the excited molecule. അതായത് ക്ലോറോഫിൽ എന്ന് വെച്ചാൽ നമ്മുടെ മയോഗ്ലോബിനെ ഹീമോഗ്ലോബിനെ ഒക്കെ പോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറുള്ളൊരു ഇതാണ്. പക്ഷെ അതിനകത്തൊക്കെ നമ്മുടെ പോർഫൈറിനകത്ത് കാണപ്പെടുന്ന മെറ്റൽ എന്ന് പറയുന്നത് അയൺ ആയിരുന്നു. പക്ഷേ ഇവിടെ വരുമ്പോൾ ക്ലോറോഫിലിനകത്ത് വരുമ്പോഴേക്കും നമുക്ക് മഗ്നീഷ്യം ആയിരിക്കും കാണാൻ പറ്റുക. മഗ്നീഷ്യം പിന്നെന്താണ് ഹിസ്റ്റഡിൻ മോളിക്യൂൾസിനെ നൈട്രജനുമായിട്ടൊക്കെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ക്ലോറോഫിൽ ഫോം ചെയ്യുക. പിന്നെ ക്ലോറോഫിലും നമ്മൾ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, ക്ലോറോഫിൽ സി ആൻഡ് ബാക്ടീരിയോ ക്ലോറോഫിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഉണ്ടാകുന്ന ആ ഒരു വേരിയേഷൻ എന്ന് പറയുന്നത് ഈ പോർഫൈറിൻ മോയിറ്റിയിൽ ചെറിയ ചെറിയ സ്ലൈറ്റ് ചേഞ്ചസ് മാത്രമേ ഈ പോർഫൈറിൻ മോയിറ്റിയിൽ വരുന്ന ചേഞ്ചസ് ആണ്. അതനുസരിച്ച് അതിൻ്റെ ഓരോന്നിൻ്റെയും ഫോട്ടോ കാറ്റലിറ്റിക് പ്രോപ്പർട്ടിയിലും വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. അതായത് ഓരോന്നും ലൈറ്റ് അബ്സോർബ് ചെയ്യുന്ന ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തിലായിരിക്കും. അങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് ഓരോ ക്ലോറോഫിൽസിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. The photosynthetic pigments in chloroplast of plants consist of two functional groups, namely photosystem 1 and photosystem 2. These two light systems, one absorbing in the regions 650 to 680 to 720 nanometer and the other in shorter wavelength, must cooperate to yield maximum result in the photosynthesis. അതായത് നമുക്കറിയാം ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനകത്ത് പ്രധാനമായിട്ടും രണ്ട് സിസ്റ്റംസ് ആണ് ഇൻവോൾവ് ചെയ്ത് വരുന്നത്. ഫോട്ടോസിസ്റ്റം 1ഉം ഫോട്ടോസിസ്റ്റം 2ഉം. അതിലെ രണ്ട് സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യാനുള്ള കാര്യം രണ്ട് സിസ്റ്റവും ഡിഫറെൻറ്റ് വേവ് ലെങ്തിലായിരിക്കും ലൈറ്റ് അബ്സോർപ്ഷൻസ് ഒക്കെ നടത്തും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. നോക്കട്ടെ, ഇനി അടുത്ത് പഠിക്കാനായിട്ടുള്ളത് ഫോട്ടോസിന്തസിസ് ആണ്. ഫോട്ടോസിന്തസിസ് ഈസ് എ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ലൈറ്റ് എനർജി ടു കെമിക്കൽ എനർജി ആൻഡ് സ്റ്റോറിങ് ഇറ്റ് ദ ബോൺസ് ഓഫ് ഷുഗർ. അതായത് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് എനർജീനെ അബ്സോർബ് ചെയ്തിട്ട് അതിനെ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്.
ആൻഡ് അത് സൂക്ഷിച്ച് വെക്കുന്നത് ഷുഗേഴ്സിൻ്റെ ഫോമിലായിരിക്കും. ഈ ഒരു പ്രോസസ്സ് നമുക്ക് സാധാരണയായിട്ട് പ്ലാന്റ്സിലും ചില ആൽഗേസിലും ആയിരിക്കും ഈ ഒരു പ്രോസസ്സ് നടക്കുക. പ്ലാന്റ്സിന് എന്താണ് ലൈറ്റ് എനർജി ആവശ്യമാണ്. ലൈറ്റ് എനർജി വേണം, കാർബൺ ഡൈ ഓക്സൈഡ് വേണം, വാട്ടർ വേണം. ഈ മൂന്നെണ്ണത്തിൻ്റെ പ്രസൻസിൽ അത് ഷുഗർ മോളിക്യൂൾസിനെ ഫോം ചെയ്യുന്നു. ക്ലോറോപ്ലാസ്റ്റ്, ഗ്രീൻ പ്ലാന്റ്സിൽ കാണപ്പെടുന്ന ക്ലോറോപ്ലാസ്റ്റിലാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. അതിൽ മെയിനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നത് ക്ലോറോപ്ലാസ്റ്റിനകത്തുള്ള ക്ലോറോഫില്ലാണ്. Green pigment involved in photosynthesis. We can write the overall reactions of this process are. ഫോട്ടോസിന്തസിസിൻ്റെ ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുന്നത് 6H2O plus 6CO2 gives C6H12O6 plus 6O2. അതായത് നമ്മുടെ ഗ്രീൻ പ്ലാന്റ്സിൽ കാണപ്പെടുന്ന ക്ലോറോഫില്ലിൻ്റെ പ്രസൻസിൽ ലൈറ്റും അതുപോലെ തന്നെ വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ചിട്ട് ഷുഗർ മോളിക്യൂൾസ് ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ എനർജി ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. Photosystems are arrangements of chlorophyll and other pigments packed into the thylakoids. Many prokaryotes have only one photosystem. Photosystem 2, അതായത് ഫോട്ടോസിസ്റ്റംസ് ഞാൻ ഓൾറെഡി പറഞ്ഞു 2 ടൈപ്പിലുള്ള ഫോട്ടോസിസ്റ്റംസ് ഉണ്ട്. അപ്പം ഈ ഫോട്ടോസിസ്റ്റംസ് എന്ന് വെച്ചാൽ ഈ ക്ലോറോഫില്ലിനെ ബാക്കി വരുന്ന പിഗ്മെൻറ്റ്സിനെ എല്ലാം കൂടെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന ആ ഒരു രീതിക്കാണ് നമ്മളൊരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ക്ലോറോഫില്ല് അതിനെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് പിഗ്മെൻറ്റ്സ് അതെല്ലാം കൂടെ ഫോട്ടോസിസ്റ്റം 1 ആക്കുന്നു. പിന്നെ അടുത്ത ഒരു സിസ്റ്റം ഫോട്ടോസിസ്റ്റം 2 അങ്ങനെ. പക്ഷേ ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രോകാരിയോട്സിലും അതായത് വളരെ ചെറിയ ഇതിനകത്തൊക്കെ എപ്പോഴും ഒരു ഫോട്ടോസിസ്റ്റം മാത്രമേ കാണത്തുള്ളൂ, ദാറ്റ് ഈസ് ഫോട്ടോസിസ്റ്റം 2. പക്ഷേ യൂകാരിയോട്സിൽ കുറച്ചുകൂടെ വലിയ ഇതിനകത്തേക്ക് വരുമ്പോഴേക്കും 2 സിസ്റ്റമും കാണാറുണ്ട്, ഫോട്ടോസിസ്റ്റം 2 ആൻഡ് ഫോട്ടോസിസ്റ്റം 1. ഫോട്ടോസിസ്റ്റം 1 യൂസ് ക്ലോറോഫിൽ എ ഇൻ ദ ഫോം ഓഫ് പ്രിഫേർഡ് ടു ആസ് P700. അതായത് ഫോട്ടോസിസ്റ്റം 1 എപ്പോഴും ഉപയോഗിക്കുന്ന ക്ലോറോഫിൽ എ ആയിരിക്കും. Photosystem 2 uses the form of chlorophyll A is known as P680. Both active forms of chlorophyll A function in photosynthesis due to their association with proteins in the thylakoid membrane. അതായത് ഫോട്ടോസിസ്റ്റം 1 ഉപയോഗിക്കുന്നത് ക്ലോറോഫിൽ എ ഇൻ ദ ഫോം ഓഫ് P700 ആയിരിക്കും. ഫോട്ടോസിസ്റ്റം 2 യൂസ് ചെയ്യുന്നത് ക്ലോറോഫിൽ എ ഇൻ ദ ഫോം ഓഫ് P680 ആയിരിക്കും. അപ്പോൾ ഈ 2 ക്ലോറോഫിൽ ആണെങ്കിലും അത് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്ന സമയത്ത് അതിൻ്റെ ആക്റ്റീവ് ഫോമിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. ഇനിയും ഫോട്ടോസിന്തസിസിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ് പറയുന്നത്. 2 പ്രധാനപ്പെട്ട സ്റ്റേജുകളിലായിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുക. The first process is the light dependent process, light reactions. The second is the light independent process. അപ്പോൾ 2 പ്രോസസ്സുകളിലായിട്ടാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഒന്നാമത്തേത് ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് പ്രോസസ്സ് അല്ലെങ്കിൽ ലൈറ്റ് റിയാക്ഷൻസ് എന്ന് പറയും. രണ്ടാമത്തേത് ലൈറ്റ് ഇൻഡിപെൻഡൻറ്റ് പ്രോസസ്സ് അല്ലെങ്കിൽ ഡാർക്ക് റിയാക്ഷൻസ് എന്ന് പറയും. ദ ലൈറ്റ് റിയാക്ഷൻസ് ഒക്കർ ഇൻ ദ ഗ്രാന ആൻഡ് ഡാർക്ക് റിയാക്ഷൻസ് ടേക്സ് പ്ലേസ് ഇൻ ദ സ്ട്രോമ ഓഫ് ദ ക്ലോറോപ്ലാസ്റ്റ്. ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഗ്രാനയിലും ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രോമയിലും ആയിരിക്കും. ഇനിയും എന്താണ് ലൈറ്റ് റിയാക്ഷൻസ് അല്ലെങ്കിൽ ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് പ്രോസസ്സ് നോക്കാം. അത് നടക്കുന്നത് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഗ്രാനയിൽ ആയിരിക്കും. ദ ലൈറ്റ് റിയാക്ഷൻ ഹാപ്പൻസ് ഇൻ ദ തൈക്ലോയിഡ് മെംബ്രെയിൻ ആൻഡ് കൺവേർട്ട്സ് ലൈറ്റ് ടു കെമിക്കൽ എനർജി. അതായത് നമ്മുടെ തൈക്ലോയിഡ് മെംബ്രെയിനിൽ ആയിരിക്കും ഈ ലൈറ്റ് റിയാക്ഷൻ നടക്കുക. അത് ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. In the light dependent process or light reactions, light strikes chlorophyll A in such a way that to excite electrons to higher energy state. അതായത് ഈ ലൈറ്റ് റിയാക്ഷൻസിൽ നമ്മുടെ ക്ലോറോഫിൽ എ ആണ് ലൈറ്റിനെ അബ്സോർബ് ചെയ്ത് എന്നിട്ട് അപ്പം അങ്ങനെ ലൈറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോഴേക്കും ലോവർ എനർജിയിലിരിക്കുന്ന അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്ന ഇലക്ട്രോൺസൊക്കെ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. In the series of reactions, the energy is converted into ATP and NADPH. Water is split in the process, releasing oxygen as a byproduct of the reaction. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത് കൊണ്ടാണ് ATPയും NADPHും ആയിട്ടുള്ള എനർജി മോളിക്യൂൾസ് ഫോം ചെയ്യുന്നത്. ഈ ഒരു സ്റ്റെപ്പിൽ വാട്ടർ ഡീകമ്പോസ് ചെയ്തിട്ട് ഓക്സിജൻ ബൈ പ്രൊഡക്റ്റ് ആയിട്ടും ഫോം ചെയ്യുന്നുണ്ട്. The ATP and NADPH are used to make carbon-carbon bonds in the light independent process, that is the dark reactions. അപ്പം ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ അല്ലെങ്കിൽ ഈ ലൈറ്റ് റിയാക്ഷനിൽ ഫോം ചെയ്യുന്ന ATPയും NADPHും ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഡാർക്ക് റിയാക്ഷൻ അല്ലെങ്കിൽ ലൈറ്റ് ഇൻഡിപെൻഡൻറ്റ് പ്രോസസ്സിനകത്ത് കാർബൺ ബോണ്ട്സ് മേക്ക് ചെയ്യുന്നത്.
നമുക്ക് ഇതാണ് റിയാക്ഷൻ. ഫോട്ടോ സിസ്റ്റം 2ഉം ഫോട്ടോ സിസ്റ്റം 1ഉം. അതിനകത്ത് ആദ്യം ക്ലോറോഫിൽ എ നമ്മൾ ക്ലോറോഫിൽ എ P16 ഇലക്ട്രോൺ പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്ററായിട്ട് കൺവേർട്ട് ചെയ്തു. അവിടെ നിന്നിട്ട് നമ്മുടെ ഫോട്ടോ സിസ്റ്റം 2ലാണ് റിയാക്ഷൻ നടക്കുന്നത്. എന്നിട്ട് പിന്നെ ക്ലോറോഫിൽ P17 2 ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്ററായിട്ട് മാറുന്നു. അവിടെ നിന്ന് NADPHഉം ഒക്കെ ഫോം ചെയ്യുന്നു. അതായത് എനർജി ലെവൽ കൂടി വരുന്നു. ഇലക്ട്രോൺ ഫ്ലോ ഇൻ ദ ഫോട്ടോ സിസ്റ്റം 1 and 2. അതായത് ഈ ഒരു ഫിഗറിനകത്ത് ഇലക്ട്രോണിൻ്റെ ഫ്ലോ ആണ്. ഫോട്ടോ സിസ്റ്റം 1ലും ഫോട്ടോ സിസ്റ്റം 2ലും ഇലക്ട്രോണിൻ്റെ ഫ്ലോ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. വാട്ടർ ഡീകമ്പോസ് ചെയ്യുന്ന വഴിയാണ് 2 ഇലക്ട്രോൺസിനെ ക്ലോറോഫിൽ P680ക്ക് കിട്ടുന്നത്. എന്നിട്ട് ആ ഇലക്ട്രോൺസിനെ അപ്പോൾ ആ ഇലക്ട്രോൺസിനെ അത് അക്സെപ്റ്റ് ചെയ്തു. അതിനുശേഷം അത് 2 ഇലക്ട്രോൺസിനെ വിട്ട് കൊടുക്കുമ്പോൾ പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്ററായിട്ട് മാറുന്നു. അവിടെ നിന്നും ഇലക്ട്രോൺ ക്യാരിയേഴ്സ് ക്ലോറോഫിൽ P700ലേക്ക് പോകുന്നു. അവിടെ നിന്ന് അത് വീണ്ടും 2 ഇലക്ട്രോൺസിനെ വിട്ട് കൊടുത്തിട്ട് വീണ്ടും പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്ററായിട്ട് മാറുന്നു. അവിടെ നിന്നും NADPH ഫോം ചെയ്യുന്നു. അതായത് NADP+ഉം H+ഉം ആയിട്ട് മാറുന്നു. ഇതാണ് അതിൻ്റെ ഇലക്ട്രോൺ ഫ്ലോ ഡയഗ്രം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഡാർക്ക് റിയാക്ഷനാണ്. ദ ഡാർക്ക് റിയാക്ഷൻസ് ടേക്സ് പ്ലേസ് ഇൻ ദ സ്ട്രോമ വിതിൻ ദ ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് കൺവേർട്ട് CO2 ടു ഷുഗർ. സ്ട്രോമയിൽ നടക്കുന്ന റിയാക്ഷനാണ് ഡാർക്ക് റിയാക്ഷൻ. അത് കാർബൺ ഡയോക്സൈഡിനെ ഷുഗർ മോളിക്യൂൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദിസ് റിയാക്ഷൻ ഡസ് നോട്ട് ഡയറക്ട്ലി നീഡ് ലൈറ്റ് ഇൻ ഓർഡർ ടു ഒക്കർ, ബട്ട് ഇറ്റ് does need the products of light reaction ATP and other chemical called NADPH. The dark reactions involves a cycle called a Calvin cycle in which CO2 and energy from ATP are used to form sugar. അതായത് ഈ ഒരു ഡാർക്ക് റിയാക്ഷന് ഡയറക്റ്റ് ആയിട്ട് ലൈറ്റിൻ്റെ പ്രസൻസ് ആവശ്യമായിട്ട് വരുന്നില്ല. പക്ഷേ ലൈറ്റ് റിയാക്ഷൻ നടന്നതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന പ്രോഡക്റ്റ്സ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതായത് ATP NADPHഉം ആവശ്യമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ ഈ ഡാർക്ക് റിയാക്ഷനും നടക്കത്തുള്ളൂ. ഈ ഡാർക്ക് റിയാക്ഷനകത്ത് സൈക്കിൾ ഓഫ് റിയാക്ഷൻസ് ആണ് നടക്കുന്നത്. ആ സൈക്കിളിനെ വിളിക്കുന്ന പേരാണ് കാൽവിൻ സൈക്കിൾ. അതിനകത്ത് ഓക്സിജനും കാർബൺ ഡയോക്സൈഡും നമ്മുടെ ATPയും കൂടെ ഉപയോഗിച്ചിട്ടാണ് ഷുഗർ മോളിക്യൂൾസ് ഫോം ചെയ്യുന്നത്. അതൊരു സൈക്കിൾ ഓഫ് റിയാക്ഷൻസ് ആയിട്ടാണ് നടക്കുന്നത്. ആ സൈക്കിളിനെ വിളിക്കുന്ന പേരാണ് കാൽവിൻ സൈക്കിൾ. In the light independent process, carbon dioxide from the atmosphere is captured and modified by the action of hydrogen to form carbohydrates. അതായത് ഈ ഡാർക്ക് റിയാക്ഷൻസിൽ അല്ലെങ്കിൽ ലൈറ്റ് ഇൻഡിപെൻഡൻറ്റ് പ്രോസസ്സിനകത്ത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള കാർബൺ ഡയോക്സൈഡിനെ ക്യാപ്ചർ ചെയ്തിട്ട് ഹൈഡ്രജനും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ ഷുഗർ മോളിക്യൂൾസ് ഫോം ചെയ്യുന്നത്. ദ ഇൻകോർപ്പറേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻറ്റു ഓർഗാനിക് കോമ്പൗണ്ട്സ് ഈസ് നോൺ ആസ് കാർബൺ ഫിക്സേഷൻ. അപ്പം കാർബൺ ഡയോക്സൈഡിനെ ഏതെങ്കിലും ഒരു ഓർഗാനിക് കോമ്പൗണ്ട്സിനകത്തേക്ക് നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കാർബൺ ഫിക്സേഷൻ. അതുതന്നെയാണ് നമ്മളിവിടെ നടക്കുന്ന കാർബൺ ഡയോക്സൈഡിനെ ഉണ്ടാക്കിയിട്ട് കാർബോഹൈഡ്രേറ്റ്സ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കാർബൺ ഫിക്സേഷൻ. ദ എനർജി ഫോർ ദിസ് കംസ് ഫ്രം ദ ഫസ്റ്റ് ഫേസ് ഓഫ് ദ ഫോട്ടോസിന്തറ്റിക് പ്രോസസ്സ്. അപ്പോൾ ഈ ഒരു ഫേസിലാണ് ആദ്യമായിട്ട് എനർജി റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫോട്ടോസിന്തസിസിനകത്തുള്ള ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷനും. അത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഫോട്ടോസിന്തസിസിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന റിയാക്ഷൻസ് ഏതൊക്കെയാണ്, അതിൻ്റെ ഇലക്ട്രോൺ ഡയഗ്രാം. ഇനി അടുത്താണ് ദ സോഡിയം പൊട്ടാസ്യം പമ്പ്. വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു ടോപ്പിക്കാണ് സോഡിയം പൊട്ടാസ്യം പമ്പ്. In order to maintain the cell potential, cell must keep a low concentration of sodium ions and high levels of potassium ions within the cell. അതായത് നമ്മുടെ സെൽ പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സെൽസ് തന്നെ ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യമാണ് സോഡിയം അയോൺസിൻ്റെയും പൊട്ടാസ്യം അയോൺസിൻ്റെയും കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. അപ്പം ഇൻട്രാ സെല്ലുലർ, അതായത് നമ്മുടെ സെൽസിൻ്റെ ഉള്ളിലാണെങ്കിൽ സോഡിയം അയോൺസിൻ്റെ അളവ് കുറവും പൊട്ടാസ്യം അയോൺസിൻ്റെ അളവ് കൂടുതലുമാണ് വേണ്ടത്. പക്ഷേ സെല്ലിന് വെളിയിൽ എക്സ്ട്രാ സെല്ലുലർ ആണെങ്കിൽ സോഡിയം അയോൺസിൻ്റെ അളവ് കൂടുതലും പൊട്ടാസ്യം അയോൺസിൻ്റെ അളവ് കുറവുമാണ് വേണ്ടത്. So diffusion occurs through ion channel in the cell membrane. In order to keep the appropriate concentration, the sodium potassium pumps sodium out and potassium in through active transport. അപ്പം
അപ്പോൾ ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് അയോൺസിനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഓരോ സെൽസിനും ഇടയിൽ കറക്റ്റായിട്ടുള്ള ഒരു ഡിഫ്യൂഷൻ പ്രോസസ്സ് നടക്കണം. അതായത് സെൽസിൻ്റെ ഉള്ളിലാണെങ്കിൽ സോഡിയം അയോൺസ് കുറവും വെളിയിൽ സോഡിയം അയോൺസ് കൂടുതലും വേണം. പൊട്ടാസ്യം അയോൺസും അതുപോലെ തന്നെ ഒരിടത്ത് കൂടിയും ഒരിടത്ത് കുറഞ്ഞു. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു ചാനലിലൂടെ ഡിഫ്യൂഷൻ നടന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു രീതിയിൽ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അണ്ടർ resting conditions, Na+ slowly leaks into the cells and K+ leaks out of the cell because of the electrochemical driving force. അപ്പം റെസ്റ്റിംഗ് കണ്ടീഷൻ ആണെങ്കിൽ Na+ അയോൺസ്, അതായത് സോഡിയം അയോൺസ് വളരെ സ്ലോ ആയിട്ട് സെല്ലിനുള്ളിലേക്കും K+ അയോൺസ് ലീക്ക് ഔട്ട് ഓഫ് ദ സെൽ ബിക്കോസ് ഓഫ് ദ ഇലക്ട്രോകെമിക്കൽ ഡ്രൈവിംഗ് ഫോഴ്സ്. K+ അയോൺസ് സെല്ലിൻ്റെ വെളിയിലേക്കും വരുന്നു. Whenever an action potential is generated, additional Na+ enters the cells and K+ leaves the cells. അപ്പം ഒരു എന്തെങ്കിലും കാരണം കൊണ്ട് എന്തെങ്കിലും ഒരു അഡീഷണൽ ആയിട്ടൊരു പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ടുള്ള Na+ അയോൺസ് ഉള്ളിലേക്ക് പോവുകയും K+ അയോൺസ് വെളിയിലേക്ക് വരികയും ചെയ്യും. While the number of ions moving across the membrane in a single action potential is very small relatively to the total number of ions after many action potentials are generated, there would occur a significant change in the extracellular and intracellular concentration of these ions. To maintain the concentration gradients for Na+ and K+ ions, it is necessary to transport Na+ ions out of the cell and K+ ions back to the cell that is located on the membrane. An energy dependent pump system that performs this function. This pump is essential for the maintenance of Na+ and K+ concentrations across the membrane. അപ്പോൾ സപ്പോസ് ഒരു Na+ അയോൺസ് സെല്ലിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ നിന്നും ഒരു K+ അയോൺസ് പുറത്തേക്ക് വരും. അപ്പോൾ റെസ്റ്റിംഗ് കണ്ടീഷനിലാണെങ്കിൽ അങ്ങനെയായിരിക്കും നടക്കുക. കാരണം എന്താ, സെല്ലിൻ്റെ ഉള്ളിൽ നമുക്ക് Na+ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ കുറവ് മതി, പുറത്ത് Na+ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതൽ മതി. അപ്പോൾ ഒരെണ്ണം ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു K+ അയോൺസ് പുറത്തേക്ക് വരും. അപ്പോൾ ഇതുപോലെ ഒരുപാട് അയോൺസ് ഇതുപോലെ പുറത്തേക്കും അകത്തേക്കും വന്നു കഴിഞ്ഞാൽ, കാരണം നമ്മൾ ഡിഫ്യൂഷൻ പ്രോസസ്സാണ് നടക്കുന്നത്, ഒരു പ്ലാസ്മ മെംബ്രെയിനിലൂടെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും അയോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യും. അങ്ങനെ ഒരുപാട് അയോൺസ് ഇതുപോലെ അകത്തേക്കും പുറത്തേക്കും Na+ ആയിക്കോട്ടെ K+ ആയിക്കോട്ടെ അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ഇതിൻ്റെ കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ഒരു പമ്പ് അല്ലെങ്കിൽ ഒരു എനർജി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളൊരു പമ്പ് സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് സോഡിയം Na+, K+, ATPase എന്ന് പറയുന്ന ഒരു പമ്പ്. അതായിരിക്കും ഈ ഒരു ഫംഗ്ഷനെ മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് Na+ അയോൺസിനെ പുറത്തേക്കും K+ അയോൺസിനെ ഉള്ളിലേക്കും ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വിടുന്ന ആ പമ്പിനെ വിളിക്കുന്ന പേരാണ് Na+, K+, ATPase എന്ന് പറയുന്നത്. ഒരു എനർജി ഡിപ്പെൻഡൻറ്റ് പമ്പ് സിസ്റ്റം ആണ്. ഇനിയും ഇതിനെ This pump is essential for the maintenance of Na+ and K+ concentrations across the membrane. If this pump stops working or if the activity of the pump is inhibited, Na+ ions accumulated in the cell and intracellular K+ falls. This causes depolarization of the resting membrane potential. സപ്പോസ് ഇങ്ങനെ ഈ ഒരു പമ്പിൻ്റെ വർക്കിംഗ് സിസ്റ്റം ഇതാവാതിരുന്നാൽ സെല്ലിനുള്ളിൽ സോഡിയത്തിൻ്റെ അളവ് കൂടുകയും പുറത്തേക്ക് K+ അയോൺസിന് പോകാൻ പറ്റാതാകുകയും ചെയ്യും. അപ്പോൾ അവിടെ നമ്മുടെ പൊളാരിറ്റി ഫുള്ള് തെറ്റിപ്പോകുന്ന രീതിയിൽ ആകും. This pump is electrogenic in nature because it exudes 3 Na+ ions for every 2+ ions entering the cells. അപ്പോൾ ഇത് ഇലക്ട്രോജനിക് നേച്ചറിലുള്ളൊരു പമ്പ് തന്നെയാണ്. കാരണം ഓരോ K+ അയോൺസ് അല്ലെങ്കിൽ 2 K+ അയോൺസ് സെല്ലിനകത്തേക്ക് വരുമ്പോഴേക്കും 3 Na+ അയോൺസിനെ ആ പമ്പ് തന്നെ പുറത്തേക്ക് വിടുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ ഈ പമ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. By pumping more positive charges out of the cell than into the cell, the pump activity creates a negative potential within the cell. അപ്പോൾ എന്തിനാണ് കൂടുതൽ പോസിറ്റീവ് അയോൺസിനെ പുറത്തേക്ക് വിടുന്നത്, അതായത് സെല്ലിൻ്റെ ഉള്ളിലേക്ക് വരുന്നതിനേക്കഴിഞ്ഞും ഒരു പോസിറ്റീവ് അയോൺ എക്സ്ട്രാ ആണ് പുറത്തേക്ക് ഈ പമ്പ് തന്നെ ചെയ്യുന്നത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എങ്കിൽ മാത്രമേ നമുക്കൊരു സെല്ലിൻ്റെ ഉള്ളിൽ ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് പറ്റത്തുള്ളൂ. Inhibition of this pump therefore causes depolarization resulting not only changes from
resulting not only from changes in Na plus and K plus concentration gradients but also from the loss of electrogenic component of the membrane potential. അപ്പോൾ ഇങ്ങനൊരു ഡീപോളറൈസേഷൻ സെല്ലിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ആ ഒരു സെല്ലിൻ്റെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കിങ്ങിന് നല്ലത്. അപ്പോൾ ഇത് Na പ്ലസിൻ്റെയും K പ്ലസിൻ്റെയും കോൺസെൻട്രേഷനെ മാത്രമല്ല ഈ ഒരു പമ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഇതുപോലെ ചാർജ് വരുന്ന എല്ലാത്തിനെയും നമുക്കിത് ഈ ഒരു പമ്പ് ഉപയോഗിച്ച് മെയിൻറ്റെയിൻ ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗറിനകത്തും കാണിക്കുന്നുണ്ട് നമ്മുടെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് സെല്ലിൻ്റെ ഉള്ളിൽ കാര്യങ്ങൾ. സൈറ്റോപ്ലാസ്മിക് റെസ്പോൺസ് ടു സോഡിയം പൊട്ടാസ്യം പമ്പ്, Na പ്ലസ് ബൈൻഡ് സ്റ്റിമുലേറ്റ് പോർഫൈറേഷൻ ബൈ ATP. അത് എങ്ങനെയാണ് ഈ സോഡിയം പൊട്ടാസ്യം പമ്പ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ് ഈ ഒരു ഫിഗറിനകത്ത് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സോഡിയം പൊട്ടാസ്യം പമ്പിനകത്തും പഠിക്കാനുള്ളത്.